കാനഡയിലെ മാനുകൾക്ക് സോംബി ഡിയർ ഡിസീസ് ബാധിച്ചെന്ന് കേട്ട് കാണുമല്ലോ. എന്താണ് ഈ രോഗമെന്ന് നോക്കാം. ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് എന്നത് മാനുകൾ ഉൾപ്പെടുന്ന സസ്തനികളും മറ്റ് ജീവികളുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരുതരം രോഗമാണ്. പ്രിയോൺ എന്ന അസാധാരണമായ പ്രോട്ടീൻ ബ്രെയിനിലും നട്ടലിലും അടിഞ്ഞു കൂടുന്നതാണ് ഈ രോഗത്തിന് കാരണം. ഈ പ്രിയോണുകൾ നാഡീശൃംഖലയെ നശിപ്പിക്കുകയും മസ്തിഷ്കക്ഷയത്തിനും മരണത്തിനും കാരണമാവുകയും ചെയ്യുന്നു. ഈ രോഗത്തെയാണ് സോംബി ഡിയർ ഡിസീസ് എന്ന് പറയുന്നത്. ട്രാൻസ്മിസിബിൾ സ്പോഞ്ചിലോഫോം എൻസെഫലോപൈറ്റീസിൽ വരുന്ന ഒരു രോഗമാണ് ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ്. സാധാരണ പ്രോട്ടീനുകൾക്ക് നിർദ്ദിഷ്ട ഘടനയും ധർമ്മവുമുണ്ട്. എന്നാൽ ക്രോണിക് വേസ്റ്റിംഗ് ഡിസീസ് ഉള്ള മൃഗങ്ങളിൽ ഈ പ്രോട്ടീനുകൾ തെറ്റായി വളയുകയും അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിക്കുകയും അസാധാരണമായ പ്രിയോണുകളായി മാറുകയും ചെയ്യുന്നു. ഈ പ്രിയോണുകൾ മറ്റ് പ്രോട്ടീനുകളെയും തെറ്റായി വളയാൻ പ്രേരിപ്പിക്കുകയും ഒരു സൈക്ലിക് എഫക്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് നാഡീകോശങ്ങളുടെ നാശത്തിനും ക്രോണിക് വേസ്റ്റ് ഡിസീസിന്റെ ലക്ഷണങ്ങളുടെ വികാസത്തിനും കാരണമാകുന്നു. ഭാരം കുറയുക, വിശപ്പില്ലായ്മ, ദാഹം വർദ്ധിക്കുക, ക്ഷീണം, നടത്തത്തിലും കോർഡിനേഷനുമുള്ള ബുദ്ധിമുട്ട്, പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതിലെ ലക്ഷണങ്ങൾ. ഇത് തുടരുന്നതിലൂടെ മൃഗങ്ങൾക്ക് മരണവും സംഭവിക്കുന്നു. നിലവിൽ ഇതിന് ഫലപ്രദമായ ചികിത്സയില്ലെങ്കിലും വ്യാപനം തടയാൻ ഏറ്റവും നല്ല മാർഗ്ഗം ബാധിച്ച മൃഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കുക എന്നതാണ്.